യമുന നദിയിലെ കടത്തുവഞ്ചി തുഴഞ്ഞിരുന്നത് മുക്കുവ കന്യകയായ സത്യവതിയായിരുന്നു. ഒരു ദിവസം പരാശരമുനി നദി കടക്കുവാനായി സത്യവതിയുടെ കടത്തുവഞ്ചിയിൽ കയറി. സുന്ദരിയായ സത്യവതിയിൽ മുനിക്ക് കലശലായ ഭ്രമം തോന്നി. അവളെ പ്രാപിക്കണമെന്ന തന്റെ ആഗ്രഹം മുനി സത്യവതിയെ അറിയിക്കുകയും ചെയ്തു. തന്റെ കന്യാത്വം നശിക്കുമെന്ന ഭീതിയിൽ മുനിയുടെ ആവശ്യം അവൾ നിരാകരിച്ചു. സത്യവതിയോട് പരാശരമുനി പറഞ്ഞു, നിനക്ക് ഒരു ആപത്തും വരാതെ ഞാൻ സൂക്ഷിച്ചുകൊള്ളാം. മാത്രമല്ല നിന്റെ കന്യാത്വം നശിക്കാതിരിക്കാനുള്ള വരവും ഞാൻ നൽകാം. മുനിയുടെ വാക്കുകൾ വിശ്വസിച്ച സത്യവതി വഞ്ചിയിൽ വെച്ചു തന്നെ മുനിയുടെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങിക്കൊടുത്തു. മത്സ്യഗന്ധമേറ്റിരുന്ന അവളുടെ ശരീരം അപ്പോൾ മുതൽ കസ്തൂരിയുടെ ഗന്ധമുള്ളതായിത്തീർന്നു. ഗർഭിണിയായ സത്യവതി മുനിയുടെ തപോബലം കൊണ്ട് ഉടൻ തന്നെ പ്രസവിക്കുകയും ആ കുട്ടി ഉടൻ യുവാവായി തീരുകയും ചെയ്തു. യമുന നദീ മധ്യത്തിലുള്ള ദ്വീപിൽ വച്ച് ജനിച്ചതിനാൽ ആ കുട്ടിക്കു മാതാപിതാക്കൾ ദ്വൈപായനൻ എന്നു പേരിട്ടു. കറുത്ത നിറമായത് കൊണ്ട് കൃഷ്ണദ്വൈപായനൻ എന്ന പേര് കിട്ടി. മാതാവായ സത്യവതിക്ക് തന്നെ കാണണമെന്ന് മനസ്സിൽ തോന്നുന്ന അവസരത്തിൽ വന്നു കൊള്ളാമെന്നു പറഞ്ഞ് പരാശരമുനിയുടെ പുത്രൻ ദ്വൈപായനൻ തപസ് അനുഷ്ഠിക്കാൻ യാത്രയായി. ഈ കൃഷ്ണദ്വൈപായനൻ പിൽക്കാലത്ത് വേദവ്യാസൻ എന്ന പേരിൽ പ്രസിദ്ധനായിത്തീർന്നത്. വേദങ്ങളെ നാലായി പകുത്തതും മഹാഭാരതം രചിച്ചതും ഈ വേദവ്യാസൻ തന്നെയാണ്. പരാശരമുനിയെ പ്രാപിച്ച് ഗർഭിണിയും മാതാവുമായിത്തീർന്ന സത്യവതി അദ്ദേഹത്തിന്റെ വരസിദ്ധി കൊണ്ട് കസ്തൂരി ഗന്ധിയായി തീർന്നു. മാത്രമല്ല കന്യകയായി തന്നെ തുടർന്നു.